ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ലണ്ടൻ ബ്രോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കേണ്ടി പോകുന്നത് യു കെയിൽ ജോലി ചെയ്യുന്ന മലയാളികളായിട്ടുള്ള സാധാരണക്കാർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടൊരു അപ്ഡേറ്റുമായിട്ടാണ്. എത്രയോ പേര് എല്ലാ മേഖലയിലും കെയർ ഹോമിൽ അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാവർക്കും സന്തോഷകരമായിട്ടൊരു അപ്ഡേറ്റ് തന്നെയാണ്. യു കെയിൽ സിക്ക് പേ നിയമങ്ങളിലൊക്കെ മാറ്റം വരാൻ വേണ്ടി പോവുകയാണ്. യു കെയിലെ എംപ്ലോയി റൈറ്റ്സ് ആക്ട് പ്രകാരം 2026 ഏപ്രിൽ 6 തൊട്ട് ഒരു പുതിയ നിയമം നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ്. അത് എന്താണെന്നല്ലേ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഇത് എങ്ങനെയാണ് യു കെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, ഏത് രീതിയിലാണ് ഇത് ബെനിഫിറ്റായിട്ട് മാറുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി തന്നെ പറയാം. നേരെ വീഡിയോട്ട് എടുക്കുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ യു കെയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളി സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഡിപ്പെൻഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലോ അതേപോലെ തന്നെ കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിക്കടി വരുന്ന പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് വന്ന ആൾക്കാർക്ക് അവർ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചെങ്കിൽ യു കെയിൽ ഇങ്ങനെ വെതർ ചേഞ്ച് ആണല്ലേ. അപ്പോൾ ഇതിനോട് ഇവിടുത്തെ ജീവിത രീതിയുമായി പൊരുത്തപ്പെടുന്നതിന് മുൻപ് തന്നെ ജോലി ചെയ്യാൻ പോകേണ്ടത് കൊണ്ട് തന്നെ പലർക്കും പെട്ടെന്ന് തന്നെ പല അസുഖങ്ങൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പനിയായിട്ടും ജലദോഷമായിട്ടും പല രീതിയിലും ബുദ്ധിമുട്ടായിരിക്കും, തൊണ്ടവേദനയൊക്കെ ആയിട്ടൊക്കെ. പക്ഷേ ജോലിക്ക് പോവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റെൻ്റ് അടയ്ക്കണം, അതേപോലെ തന്നെ ഫീസ് അടയ്ക്കണം, തുടങ്ങിയ പല കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ജോലിക്ക് പോവാതിരിക്കാനും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും വളരെ ബുദ്ധിമുട്ടിയാണ് പല യുവാക്കളും ജീവിക്കുന്നത് തന്നെ. കാരണം പല സ്ഥലങ്ങളിലും ഈ സിക്നസ് പേ ഒക്കെ വെറും പേരിന് മാത്രമാണ് ഉള്ളത്. NHS പോലെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സാധാരണ നമ്മൾ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്ന ഹോട്ടലുകളിലും അതേപോലെ തന്നെ കെയർ ഹോമിലും ഒക്കെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്ന സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പുതിയൊരു നിയമം 2026 ഏപ്രിൽ 6 തൊട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയ സിക്നസ് പേ ആക്ട് എന്തെന്നാൽ, അതായത് ഇത്രയും കാലം നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖമാവുകയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം നമുക്ക് സിക്നസ് ബെനിഫിറ്റ് ലഭിക്കില്ലായിരുന്നു. അതായത് നമുക്ക് പനിയോ ജലദോഷമോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിക്നസ് ബെനിഫിറ്റ്സിന് അപേക്ഷിക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം നമുക്ക് ലോസ് ഓഫ് പേ ആയിരുന്നു. അത് കാരണം തന്നെ പല ആൾക്കാരും ലീവ് എടുക്കാതെ ജോലി ചെയ്യേണ്ട ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും അങ്ങനെ ലോസ് ഓഫ് പേയിൽ പോവുകയാണെങ്കിൽ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സിറ്റുവേഷൻ വരും. പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് വന്ന ആൾക്കാരൊക്കെ അവർക്ക് ആകെ ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ 20 മണിക്കൂറിനിടയ്ക്ക് ഇതേപോലെയുള്ള പനിയോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ ലീവ് ആയിക്കഴിഞ്ഞാൽ മൊത്തം അവരെ താളം തെറ്റിപ്പോകും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഗവൺമെൻറ് പുതിയ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. 2026 ഏപ്രിൽ തൊട്ടിട്ട് കൂടുതൽ തൊഴിലാളി സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ UK മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്താണ്, താഴെക്കടയുള്ള എല്ലാ ആൾക്കാർക്കും ബെനിഫിറ്റ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ അസുഖങ്ങൾ പെട്ടെന്ന് പടർന്ന് പന്തലിക്കരുത്. ഇക്കാരണം കൊണ്ടൊക്കെയാണ് ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ, ഏകദേശം 13 ലക്ഷത്തോളം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ നിയമത്തിൻ്റെ ഗുണങ്ങൾ ലഭിക്കും എന്നാണ് ഗവൺമെൻറ് പ്രത്യാശിക്കുന്നത്. പ്രത്യേകിച്ച് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അസുഖം മറ്റു വരികയാണെങ്കിൽ അവർ ലീവ് എടുക്കാതെ വീണ്ടും ജോലിക്ക് പോവുകയാണെങ്കിൽ അവരുടെ അസുഖം ഇങ്ങനെ മറ്റുള്ളവരിലും പടർന്ന് പന്തലിച്ച് അതൊരു പ്രശ്നമായിട്ട് മാറുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആർക്കും അസുഖം പകരുകയും ചെയ്യരുത്, അതേപോലെ തന്നെ എല്ലാ സാധാരണക്കാരായ ആൾക്കാർക്കും ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ എന്തൊക്കെയാണ് നിയമത്തിൻ്റെ പ്രത്യേകതകൾ? ഇത്രയും കാലം അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ്സ്, അതായത് ഇത്രയും കാലം സിക്നസ് ലീവ് എടുക്കുകയാണെങ്കിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ദിവസം കഴിഞ്ഞാലാണ് അവർക്ക് ലീവ് ലഭിക്കുക. അപ്പോൾ ഒരു അസുഖമായിട്ടൊരു 5 ദിവസം ലീവായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ 3 ദിവസം LOP ആയിരിക്കും, ബാക്കി 2 ദിവസത്തെ ശമ്പളം മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത്, ഈ ഒരു ലീവ് സിക്നസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ അവർക്ക് ആഴ്ചയിൽ 123 പൗണ്ട് സാലറി എന്ന ത്രെഷ് അച്ചീവ് ചെയ്യണമായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ പാർട്ട് ടൈം ജോബ് ചെയ്ത പലർക്കും ആഴ്ചയിൽ 123 പൗണ്ട് ലഭിക്കുക ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു സിക്നസ് ലീവ് എന്ന ബെനിഫിറ്റേ ഉണ്ടായിരുന്നില്ല. പക്ഷേ പുതിയ ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ഗവൺമെൻറ് ലക്ഷ്യമാക്കുന്നത് ഈ 123 പൗണ്ട് എന്ന ത്രെഷ് മാറ്റുകയാണ്. അവരുടെ ശരാശരി സാലറിയുടെ 80% അതല്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്താണോ അത് അവർക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഗവൺമെൻറ് പുതിയ ഈ നിയമത്തിൽ ഇംപ്ലിമെൻ്റ് ആക്കുന്നത്. അതായത് ആഴ്ചയിൽ കുറഞ്ഞ മണിക്കൂർ ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ജോലിക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ അസുഖം ബാധിക്കുകയാണെങ്കിൽ ഇനി മുതൽ ചെറിയൊരു തുകയെങ്കിലും ശമ്പളമായി ലഭിക്കും എന്ന് തന്നെ. അതായത് 0 ആയിരിക്കില്ല ശമ്പളം എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇത്തരക്കാർക്ക് സിക്ക് പേ നൽകുന്നത് എങ്ങനെയായിരിക്കും? അവരുടെ ശരാശരി ശമ്പളത്തിന് 80% എന്ന രീതിയിലായിരിക്കും. മുൻപ് അവർക്ക് ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ 80% ലഭിക്കും എന്ന രീതിയിൽ. ചുരുക്കത്തിൽ നിനക്ക് ശമ്പളം കുറവാണ്, നിനക്ക് 123 പൗണ്ടിൻ്റെ ത്രെഷ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല, അതുകൊണ്ട് നിനക്ക് സിക്ക് പേ ഇല്ല എന്നൊരു എംപ്ലോയർക്കും തൊഴിലാളിയോട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു അസുഖം കാരണം ആർക്കും ശമ്പളം ലഭിക്കാത്ത സിറ്റുവേഷൻ വരരുത്, എല്ലാവർക്കും ശമ്പളം ലഭിക്കണം എന്നാണ് ഇതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ UK വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലേ. പ്രത്യേകിച്ച്
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്, പ്രത്യേകിച്ചും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും കെയർ ഹോമിലും ഒക്കെ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് യു കെയിൽ ഈ 2026 ഏപ്രിൽ 6-ാം തീയതി മുതൽ നിലവിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഈ ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത സമയങ്ങളിൽ എപ്പോഴും യു കെയിൽ ജോലി ചെയ്യാൻ വേണ്ടി പോവുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ കോൺട്രാക്റ്റിൽ ഈ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ 2026 ഏപ്രിൽ മുതൽ യു കെ തൊഴിലാളി സൗഹൃദമായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. Bye bye. See you. Thank you for watching.